തിരിച്ചറിഞ്ഞു വരിക. ഇപ്പൊ പലതവണ മലയാളി എന്ന് എടുത്തത് ഇപ്പം ഇതിനു മുമ്പ് ചെയ്ത സിനിമകളായാലും ശരി, ക്യൂനായാലും ശരി, ജനഗണമനയായാലും ശരി, അത് അഡ്രസ് ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. സൊസൈറ്റി നടക്കുന്ന ക്രൈം ആയാലും ജസ്റ്റിസ് ആണെങ്കിലും മലയാളി ഫ്രം ഇന്ത്യയിലെ സെയിം കണ്ടന്റ് തന്നെയാണോ? അല്ല, മലയാളി ഫ്രം ഇന്ത്യയിൽ സെയിം കണ്ടന്റ് അല്ല. രണ്ട് സിനിമ ക്വീനും ജനഗണമനയിലും ടോട്ടലി ഡിഫറെന്റ്. ഞാൻ പറയാതല്ല, ഇപ്പൊ എല്ലാത്തിനും ക്യൂവിലായാലും ശരി, ജനഗണമന അത് അഡ്രസ് ചെയ്യുന്ന ഒരു ക്രൈം ഉണ്ട്, അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയെ റെപ്രസെന്റ് ചെയ്യുന്ന അല്ലെങ്കിൽ സൊസൈറ്റി നടക്കുന്ന ചില കാര്യങ്ങളുണ്ട്. അത് ഒരു പ്രതിഷേധമുണ്ട് അതിനകത്ത്. മലയാളി ഫ്രം ഇന്ത്യയിലും ഇതില് പ്രതിഷേധമൊന്നുമല്ല. ഇപ്പൊ ഈ പറഞ്ഞതുപോലെ ഇപ്പൊ ക്വീൻ എന്ന് പറഞ്ഞ സിനിമയിൽ അവിടെ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും. എനിക്ക് ഏറെക്കുറെ കണക്ട് ചെയ്യാൻ പറ്റും ക്യാമ്പസിലെ പിള്ളേർക്കാണ്. അവർക്ക് ഉണ്ടായ ഒരു ഇൻസിഡന്റ് അത് തന്നെയാണ്. ഇപ്പൊ വളരെ ചോദ്യത്തിനോട് തന്നെയാണ് ഉത്തരം പറയുന്നത്. ക്വീനിൽ അങ്ങനെയാണ് കണക്ട് ചെയ്യാൻ പറ്റും. ജനഗണമന മോർ ഓഫ് നമ്മൾ കണ്ടതുപോലെ കേട്ടതുമായ ഏതോ ഒരു ഇൻസിഡന്റിലേക്ക് ഭയങ്കരമായിട്ടൊരു കണക്ട് ഫീൽ ചെയ്യും. ഇത് അതുപോലെ ഒരു സാധാരണ മലയാളിക്ക് ഭയങ്കരമായിട്ട് കണക്ട് ആവും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അത് ഞങ്ങളുടെ ആത്മവിശ്വാസമാണ്, കൂടെ പ്രാർത്ഥനയാണ്. കാര്യം ഇത് അതുകൊണ്ട് തന്നെയാണ് മലയാളി ഫ്രം ഇന്ത്യ എന്ന ടൈറ്റിലേക്ക് ഞങ്ങൾ വെച്ചത്. ജനഗണമന എന്ന ടൈറ്റിൽ വെച്ചപ്പോൾ ആദ്യം പറയുന്നത് എന്താണ് ഈ ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിച്ചത്. ആ ഉദ്ദേശം എനിക്ക് തോന്നുന്നു സിനിമ കണ്ടു കഴിഞ്ഞപ്പോഴാണ് കുറെ കൂടെ കിട്ടിയത്. അതുപോലെ തന്നെ മലയാളി ഫ്രം ഇന്ത്യ ഞങ്ങളുടെ അൽബറൗണ്ടിൽ ഗോപിയുടെ കഥയാണ്. ഇത് എല്ലാവർക്കും കണക്ട് ചെയ്യാൻ പറ്റും. അവന്റെ ആ യാത്ര അല്ലെങ്കിൽ അവന്റെ ജീവിതം ഭയങ്കരമായിട്ട് കണക്റ്റബിൾ ആവും എന്നാണ് ഞാൻ പ്രാർത്ഥന.